ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു ക്യാരറ്റും കാബേജും വെച്ച് നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ കാണിക്കുന്നത്. അത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് കൂട്ടുതോരൻ എന്നാണ് അതിന് പറയുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കാബേജ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. കാബേജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാബേജ് എടുത്താൽ മതി. പിന്നെ 1 കപ്പ് ക്യാരറ്റ്, കാബേജിൻ്റെ പകുതിയാണ് ക്യാരറ്റ് എടുക്കുക. പിന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. ഇനി ഇതാ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കടലപ്പരിപ്പ് എടുക്കുക. 2-3 ഉണക്കമുളക്, 1 പിടി കറിവേപ്പില കൂടി ഇടുക. കടലപ്പരിപ്പും 2 ടീസ്പൂൺ എന്നുള്ളത് 1 ടേബിൾ സ്പൂണായിട്ടും എടുക്കുക കേട്ടോ. ഇതിലേക്ക് 2-3 പച്ചമുളക് അരിഞ്ഞതിടാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം നല്ല നനുക്കന അരിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റുക. ഇത് കരിഞ്ഞു പോരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ആ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കാബേജ് അരിഞ്ഞതും എല്ലാം കൂടി ചേർക്കുക. സവാള വേറെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം 3 എണ്ണം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊന്നും തളിക്കാൻ പാടില്ല. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതിലുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് അതിൽ വേവുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിതിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അടുപ്പൊക്കെ തുറന്നു. അപ്പോൾ അതാ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്തിങ്ങനെ വല്ലാതെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർക്കുക. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് തുറന്ന് വയ്ക്കുക. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ ആ ഒരു ജലാംശമൊക്കെ ഒന്ന് ഡ്രൈ ആവണം, ഒന്ന് തോർത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നാളികേരം ചിരകിയതാണ് ചേർക്കുന്നത്. നാളികേരം ഒരു 2 പിടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നാളികേരം കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം മാത്രം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ അങ്ങനെ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ പച്ച വെളിച്ചെണ്ണയുടെ ആ രുചി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഒന്ന് ഓഫ് ചെയ്തതിൻ്റെ ശേഷം അത് കാരണം ചേർക്കാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കാബേജ് സവാള ക്യാരറ്റ് തോരൻ റെഡിയായി. ഇപ്പോൾ ഈ നാളികേരത്തിൻ്റെ കൂടെ ചെറിയ ഉള്ളിയോ ചെറിയ ജീരകം ചതക്കിയോ ഒന്നും ആവശ്യമില്ല. വെളുത്തുള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി തോരൻ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.